അപ്പം ഇത് ഞങ്ങൾ ഊട്ടിയിലെത്തിയ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാട്ടോ. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തുക എന്ന് പറയുന്നത് ഒരു 2-2:30 ആ ഒരു ടൈമിലാണ്. എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ അവിടെ മുഴുകിയിരുന്നു പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ റെസ്റ്റ് ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഒരു 4 മണി 4:30 ആയപ്പം ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. മോളോട് ഞാൻ ഊട്ടിയിലേക്ക് വരുന്നതിൻ്റെ മുന്നേ അവളടുത്ത് ഊട്ടി പോയാൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞത് ഒന്ന് ബോട്ടിൽ കയറാം, പിന്നെ ഹോഴ്സിൻ്റെ മുകളിൽ കയറാം, പിന്നെ ടോയ് ട്രെയിനിൽ കയറാമെന്നൊക്കെയായിരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ച ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഊട്ടി ടു കൂനൂർ പോകുന്നൊരു ട്രെയിൻ ഉണ്ടല്ലോ, ഊട്ടിയിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും കയറുന്നൊരു ട്രെയിൻ ഉണ്ടല്ലോ. ഞാനൊക്കെ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. അപ്പം ആ ട്രെയിനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിൻ്റെ ടിക്കറ്റൊന്നും എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം അവളെ വലിയതായിട്ട് ഓർമ്മിപ്പിക്കാൻ നിന്നില്ല. അപ്പം ഞങ്ങളെന്തായാലും ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബോട്ട് റൈഡെങ്കിലും നടക്കുമല്ലോ, ആ ഒരു പ്രതീക്ഷയിലാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ കുറേ കുതിരേനെയും അതും ഇതൊക്കെ കണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ മൂപ്പത്തി ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അപ്പം പോകുമ്പോൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. 4 മണിയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നല്ല കുത്തുന്ന വെയിലായിരുന്നു. ഇപ്പം നാട്ടിലായാലും ഊട്ടിയിലായാലും എവിടെയായാലും വെയിൽ ഇങ്ങനെ തന്നെ നല്ല കുത്തുന്ന ശക്തമായ വെയിലാണ് ഇപ്പം. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ബോട്ടിൻ്റെ ടിക്കറ്റ്സൊക്കെ എടുത്തു. ടിക്കറ്റ്സിൻ്റെ ചാർജ് എനിക്ക് തോന്നുന്നു ഒരു 20-30 അങ്ങനെ എന്തോ ആയിരുന്നു ആ ടിക്കറ്റിൻ്റെ ചാർജ് വന്നത്. അപ്പം ഞങ്ങൾ ഈ റോബോട്ടില്ലേ, നമ്മൾ തുഴഞ്ഞു പോകുന്ന തോണി, ബോട്ട്, അതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് നമുക്ക് തന്നെ തുഴഞ്ഞു പോവാം. പക്ഷെ ഞങ്ങളത് ഓപ്റ്റ് ചെയ്തില്ല, കാരണം മോളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തുഴഞ്ഞൊക്കെ പോകുമ്പം അഥവാ ഇനി അവൾ അങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ റിസ്ക് അല്ലേന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേറെ ആളെ വെച്ചിട്ടും ചെയ്യിക്കാം. അങ്ങനെ വെച്ച് ചെയ്യിക്കുകയാണെങ്കിൽ ആ ചെയ്ത് തരുന്ന ആൾക്ക് ഒരു എനിക്ക് തോന്നുന്നു 200-300 അങ്ങനെ എന്തോ രൂപ കൊടുത്താൽ മതി ആ ഒരു റൗണ്ടിന്. അപ്പോൾ ശരി, അതാണല്ലോ ബെസ്റ്റ്. അപ്പോൾ പിന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി. മൂപ്പത്തി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അവൾ നല്ല എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര അവിടെയും ഇവിടെയൊക്കെ നോക്കുമ്പോൾ താറാവിനെ കാണുന്നു, മറ്റേത് കാണുന്നു, വെള്ളം കാണുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി അവൾക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു ആ റൗണ്ട്. എനിക്ക് തോന്നുന്നു 10 മിനിറ്റോ അങ്ങനെ എന്തോ ആണ് ആ ഒരു റൗണ്ടിൻ്റെ ഡ്യൂറേഷൻ. അങ്ങനെ അയാൾ നമ്മളെ ഫോണ് കൊടുത്താൽ ഇങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എടുത്തതിൻ്റെ ഒരു ഇതിലല്ല അയാൾ എടുത്തത്. അയാൾ നേരെ തിരിച്ച് പിടിച്ചിട്ടായിരുന്നു എടുത്തത്. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ഈ വീഡിയോയിൽ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് എന്തോ ഹോട്ട് ചോക്ലേറ്റോ അങ്ങനെ എന്തോ ഒരു സാധനമൊക്കെ വാങ്ങിച്ച് കഴിച്ചിരുന്നു കേട്ടോ. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ അവിടെ ഒരു ടോയ് ട്രെയിനിൻ്റെ സംഭവം ഉടക്കിയത് കേട്ടോ. അത് എന്തോ ഒരു കുഞ്ഞി ട്രെയിനാണ് സംഭവം, ശരിക്കും ഒരു ടോയ് ട്രെയിൻ. അതായത് ചെറിയ മക്കളൊക്കെ ആയിട്ട് കയറാം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും, വലിയ ആൾക്കാർക്ക് അങ്ങനെ എന്താ പറയുക അതിശയിക്കാൻ മാത്രം ഒന്നും സംഭവം അതിലില്ല. വളരെ കുഞ്ഞൊരു സാധനം, കുറച്ചങ്ങോട്ട് പോകും കുറച്ചിങ്ങോട്ട് പോകും, അത്രയേ ഉള്ളൂ. അപ്പം കുട്ടികൾക്ക് അത് ഭയങ്കര ഹരമായിരിക്കും കയറിക്കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങളും കയറി മോളുമായിട്ട്. കുറേ പേരുണ്ട് കേട്ടോ, ഫാമിലിയായിട്ട് വരുന്ന ഒരുവിധം എല്ലാവരും കയറുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കയറുന്നുണ്ട് അങ്ങോട്ടേക്ക്. അങ്ങനെ അതിൽ കുറച്ച് നേരം പോയി. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ കാരണം ഇതിന് മുന്നേ ട്രെയിനിലൊന്നും പോയിട്ടില്ല. അവൾ മെട്രോയിൽ പോയിട്ടുണ്ട്, പക്ഷെ നോർമൽ ട്രെയിനിൽ പോയിട്ടില്ല. അപ്പം ഇത് കയറിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ ട്രെയിൻ എന്നായിരിക്കും അവൾ വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്തത് ഒരു കുതിരപ്പുറത്ത് കയറി കേട്ടോ. അവിടെ ഇഷ്ടംമാതിരി കുതിര ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് ഈ ഊട്ടി ലേക്കിലേക്ക് എത്തിയപ്പോൾ തൊട്ട് മോൾ ഈ കുതിരേനെ പുറത്ത് കയറാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കയറി ഒരു റൗണ്ട് അടിച്ചു. പണ്ട് കഴിഞ്ഞ കൊല്ലം മോളെ കൊണ്ട് ഞങ്ങൾ കയറിയിട്ടുണ്ട് ഇതുമാതിരി, പക്ഷേ അവൾക്ക് ഓർമ്മയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഒരു ഊട്ടിപ്പൂവിൻ്റെ ഒരു കെട്ടൊക്കെ വാങ്ങിച്ചിട്ട്, അതിനൊന്നും 50 രൂപ എങ്ങാനേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് നേരെ റിസോർട്ടിലോട്ട് പോയി. അപ്പോഴത്തേക്ക് തന്നെ മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വൈകുന്നേരം അവിടെ എത്തിയപ്പോൾ എൻ്റെ അതിനെക്കാട്ടും നല്ല വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു. മോൾ ഓൾറെഡി ഉറങ്ങിയല്ലോ.
പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊന്നൊരു 8:30 ആ ഒരു സമയമൊക്കെ ആയപ്പം അവരവിടെ പുറത്ത് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് റൂമിൽ നിന്ന് നേരെ മുന്നിൽ തന്നെ. അപ്പം മോള് അകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷേ ഇവിടെ അറിഞ്ഞിട്ട് പോലുമില്ല ക്യാമ്പ് ഫയർ ഒന്നും ഇട്ടത്. പക്ഷെ ഞങ്ങൾ പോയി കുറച്ച് നേരം അവിടെ മുന്നിൽ നിന്നു, കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഇവളെയും വന്ന് നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു, കാരണം നേരെ മുന്നിൽ തന്നെയായിരുന്നു. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റാത്ത സ്ഥലത്തൊന്നുമല്ല, റൂം തൊട്ടടുത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്കത് വലിയ കുഴപ്പമില്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ക്യാമ്പ് ഫയറിൻ്റെ ഒക്കെ അടുത്ത് നിന്നു. ആ തീയൊക്കെ കെട്ട് പോകുന്നവരെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നറൊക്കെ ഓർഡർ ചെയ്തു. ഡിന്നർ ഓർഡർ ചെയ്തു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എണീറ്റിട്ടുണ്ടെങ്കിൽ അവൾക്കും കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. എവിടെ, അവൾ എണീറ്റിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ കഴിച്ച് ഓൾമോസ്റ്റ് തീരാനായപ്പോഴാണ് അവൾ എണീറ്റത്. എണീറ്റ് കഴിഞ്ഞ് അവളും കുറച്ച് എന്തൊക്കെയോ കഴിച്ച്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. കാരണം തലേ ദിവസത്തെ ഉറക്കം ശരിയാവാത്തതിനോണ്ട് തന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേഗം കിടന്നുറങ്ങി. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ വരും. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പ്രോപ്പർ ഒരു സ്റ്റേക്കേഷൻ പോലെയായിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് രാത്രി വരെ ഞങ്ങൾ എവിടെയും പോയില്ല. ഫുള്ളി ആ റിസോർട്ടിൽ സ്പെൻഡ് ചെയ്യുക ചെയ്തത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ ഇടാം.